ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അജിയോ ഹോൾ വീഡിയോ ആണ്. നമ്മുടെ ചാനൽ നോക്കണമെങ്കിൽ അജിയോ ഹോൾ വീഡിയോ ചെയ്തിട്ടേ ഇല്ല. ഫസ്റ്റ് ടൈം നമ്മൾ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ട് ഞാൻ അജിയോന്ന് ഡ്രസ്സ് വാങ്ങിയ സമയത്ത്. പക്ഷേ ഈ അജിയോ ഹോൾ ആദ്യമായിട്ടാണ് ഒരു ലോങ് ആയിട്ട് ഒരു അജിയോ ഹോൾ ചെയ്യുന്നത്. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ ആദ്യ ഡ്രസ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അജിയോ ഹോൾ ചെയ്യൂലായിരുന്നു, മീൻസ് ചെയ്യേണ്ടി വരില്ലായിരുന്നു ഗൈസ്. ഇത് ഞാൻ നമ്മുടെ ശരണ്യരെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ ഇപ്പം കാണിക്കുന്ന ഡ്രസ്സിൻ്റെ ഒരു ഗ്രീൻ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, വെച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ അപ്പം ഞാൻ ലിങ്കൊക്കെ അപ്പം തന്നെ സ്പോട്ടിൽ ലിങ്കൊക്കെ ചോദിച്ച് വാങ്ങിച്ചിട്ട് ഞാൻ അതിൻ്റെ ബ്ലൂ എടുത്ത ഗൈസ്. കാരണം വേറെ ഒന്നുമില്ല, അവളെ വീട്ടിൽ പോയ മറ്റേ ഇരട്ട വെറ്റണക്കാണ്. ചെരിപ്പൊരേ പോലെ ഇത് കമ്മലുണ്ടെങ്കിൽ കമ്മല കണക്ക് വാങ്ങും, ഡ്രസ്സുണ്ടെങ്കിൽ അത് എല്ലാം അവൾ എന്ത് വാങ്ങുന്നു. ഞാൻ ഭയങ്കര ഇൻസ്പയർ ആണ് അവളെ, കാരണം ഡ്രസ്സൊക്കെ ഇടുന്നത് അടിപൊളിയല്ലേ. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് ഇൻസ്പയർഡ് ആണ്. അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു എന്താ പറയുക, ഒരു പേസ്ലി പ്രിൻറ്റ് കഫ്താൻ ഡ്രസ് വിത്ത് ക്യാമിസോളാണ്. ഒരു അരികി ഋതു കുമാർ, നിങ്ങൾക്ക് അറിയായിരിക്കും, ഡിസൈനറാണ്. പുള്ളിയുടെ ഡ്രസ്സാണ്. സോ ഇത് ഇപ്പം നിങ്ങൾ നോക്കുമ്പോൾ ഇതെന്തൊരു എൻ്റെ അമ്മ ചോദിച്ചത് എവിടെ നീ വല വാങ്ങിച്ചുകൊണ്ട് വന്നീന്ന്. ആക്ച്വലി വലയല്ല ഗൈസ്, ഇത് കഫ്താനാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ക്യാമിസോളൂടെ വരുന്നുണ്ട്. അതും നല്ല ക്വാളിറ്റി ഉണ്ട്. ക്യാമിസോൾ നോക്കണമെങ്കിൽ പോലും നല്ല ക്വാളിറ്റി. ഇതാണ് കളറ്. മറ്റേത് കുറച്ചുകൂടെ ലൈറ്റിൽ പ്രിൻറ്റ് വരുന്നതാണ്. ഇതാണ് ഒരു ലൈറ്റ് ബ്ലൂ കളറ്. അവളിലിരിക്കുന്ന ഗ്രീൻ കളറാണ് കേട്ടോ. അതിൽ ഗ്രീനും യെല്ലോയും ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഞാൻ ബ്ലൂ ആണ് എടുത്തത്. ആൻഡ് റേറ്റ് വന്നിട്ട് 1300 രൂപയാണ്, 1200 സംതിങ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതുവരെ ഞാൻ ഇട്ടില്ല. എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും പാർട്ടിയോ ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ പൊന്നപ്പോഴും വച്ചേക്കാനാണ്. സീരിയസ്ലി ഗായ്സ്, ഇത് ഇടാൻ ഭയങ്കര കംഫർട്ടബിളാണ്, ഇട്ട് കാണാനും പൊളിയാണ്. എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അത്രയ്ക്ക് അടിപൊളി സാധനം. ആൻഡ് ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്യാമിസോളുള്ള ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ഇത്രയും ക്വാളിറ്റി കാണില്ല. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഈ ക്യാമിസോൾ ഡ്രസ്സിന് നല്ല ക്വാളിറ്റി ഉണ്ട്. സീരിയസ്ലി നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ, നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഗ്രീനും അവൈലബിൾ ആണ്. അതിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പോളി ഷിഫോണാണ് വരുന്നത്. ആൻഡ് ഡാർട്ട് ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് നോർമലായിട്ട് വേസ്റ്റിൻ്റെ അവിടെ ഇതേപോലെ ഇലാസ്റ്റിക് വരുന്നുണ്ട്. സീരിയസ്ലി നിങ്ങൾ ഇതിനകത്തെ കഫ്താൻ സമ്മറിൽ ബെസ്റ്റ് ഡ്രസ്സാണ്. കാരണം നമ്മൾ ചൂടെടുത്ത് പുഴുക്കാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, കാരണം ഇതിൻ്റെ എല്ലാ വഴിയും കാറ്റ് കയറും. ഇതുവഴി കാറ്റ് കയറും, ഇതുവഴി കാറ്റ് കയറും. പിന്നെ നമ്മൾ ലൈക്ക് ഡ്രസ് ടൈപ്പ് അല്ലേ, അപ്പോൾ അടിയിൽ കൂടെ കാറ്റ് കയറും. സീരിയസ്ലി അയ്യോ അടിപൊളി ഡ്രസ്സ്. ഇതിൻ്റെ ഗ്രീനും അവൈലബിൾ ആണ്, യെല്ലോയും അവൈലബിൾ ആണ്. യെല്ലോ ഞാൻ ആരും ഇട്ട് കണ്ടെന്നില്ല. ഗ്രീനും പൊളിയാണ് കേട്ടോ, ഗ്രീനും പൊളിയാണ്. ആൻഡ് ഇതും പൊളിയാണ്. എനിക്ക് ഗ്രീനാണ് കുറച്ചുകൂടെ, ഇപ്പം നല്ല ഡാർക്ക് കളേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഗ്രീൻ എടുത്തു, ഇല്ല നല്ല പേസ്റ്റലായിട്ടുള്ള കുറച്ചുകൂടെ ഇങ്ങനത്തെ കളറുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ കളർ. കഴിഞ്ഞിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഒരു മോഡൽ എടുത്താൽ ഞാൻ അതേപോലെ വേറൊരു മോഡലിലൂടെ എങ്ങനെയെങ്കിലും എടുക്കാം. അത് നിങ്ങളിപ്പോൾ ഏത് ഹാളിൽ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഷർട്ട് എടുത്താൽ കൂടെ ഒരു ഷർട്ടും കാണാം. അതിൻ്റെ കാര്യം എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ആ സംഭവം എടുത്തെടുത്ത് വരുമ്പോഴത്തേക്ക് ആ ഒരു സംഭവം ആയിപ്പോവും. സോ ഇതെന്ന് പറയണത് ഒരു ഫ്ലോറൽ പ്രിൻറ്റ് വരുന്ന ഒരു കഫ്താൻ കുർത്തയാണ്. മറ്റേ ഡ്രസ്സാണെങ്കിൽ അത് കുർത്തയാണ്, പിന്നെ ഇത് കുർത്തയാണ്. പിന്നെ മറ്റേത് ലൈറ്റ് ബ്ലൂ ആണെങ്കിൽ ഇത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഗൈസ്. ഇതും ഞാൻ ഇട്ടായിരുന്നു, വാഷ് ചെയ്തിട്ടുണ്ട്, കളറൊന്നും പോയിട്ടില്ല. ഇത് ഗ്ലോബൽ ഡസി എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇതില്ലേതാണ്, അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നോക്കണവർക്ക് നോക്കാം. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100% പോളിസ്റ്റർ വരുന്ന ഒന്നാണ്. ആൻഡ് ഇത് നമ്മുടെ കഫ്താൻ ടൈപ്പ് തന്നെയാണ്. ഇതേപോലെ വലിയൊക്കെ പറഞ്ഞുകൊണ്ട് ടൈ ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതൊരു കുർത്ത ടൈപ്പാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് പലാസോ പാൻറ്റാണ് ഇട്ട് പെയർ ചെയ്ത്, അപ്പം തന്നെ കാണാൻ പൊളിയായിരുന്നു. ലൈക്ക് അല്ലാത്ത ഇടുന്നതിനേക്കാളും പലാസോ പാൻറ്റൂടെ ഇട്ടപ്പോഴത്തേക്ക് പൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ഇതേപോലെ ഒരു ക്യാമിസോൾ വരുന്നുണ്ട്. സീരിയസ്ലി ഇതിൻ്റെ ഈ ക്യാമിസോൾ വരെ നല്ല ക്വാളിറ്റി ഡ്രസ്സാണ്. ഇപ്പം നമ്മൾ ഈ ചിക്കൻ കാരി കുർത്തിയൊക്കെ നമ്മൾ എവിടെന്നെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടണ ക്യാമിസോളുണ്ട്. അതെന്ന് പറയണ നമ്മൾ 1500 രൂപയ്ക്ക് വാങ്ങുമ്പോൾ കിട്ടണ ഒരു ബെറ്റിക്കോട്ട് കണക്കത്തെ ഒരു കൂതറ സാധനമാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ ഈ ഒരു സാധനം ഇതിൻ്റെ റേറ്റ് എന്തോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ഞാൻ മറന്നുപോയി ഗൈസ്, കാരണം കറണ്ട് പോയപ്പോൾ ഇന്ന് ഞാൻ മറന്നുപോയി. അപ്പം ക്യാമിസോള് അതാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ചെത്ത സാധനമാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ക്യാമിസോള് ഭയങ്കര കംഫർട്ടബിൾ ആണ്, ഇടാൻ വേണ്ടിയിട്ട് പൊളിയാണ്. സീരിയസ്ലി നിങ്ങൾ വാങ്ങണമെങ്കിൽ വാങ്ങിച്ചു. ഞാൻ ഇത്രയും വിചാരിച്ചില്ല, കാരണം ഞാൻ ഒരു തവണ അജിയെന്നൊരു കുർത്ത വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പടത്തിൽ കണ്ട പോലെ എല്ലാ സാധനം വന്നപ്പോഴത്തേക്ക് ലൈറ്റ് കളേഴ്സ് ഞാൻ ഷോർട്ട്സ് ഇട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക്, ഇത് വാങ്ങിച്ചപ്പോഴത്തേക്ക് സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഇന്ന് പ്രിഫർ ചെയ്യുന്നത് മീഷോ.
എനിക്ക് ഇഷ്ടം മീഷോ. ഇപ്പം മീഷോ അല്ല കുറച്ചുകൂടെ സ്റ്റൈലിഷ് ആയിട്ട് പൊളിയ ഡ്രസ്സ് ആണെങ്കിൽ അർബാനിക്കാണ്. മീഷോ ആണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ ഷർട്ട് നോക്കിയായിരുന്നു, വിമൻസിലാണ് ഷർട്ട്. അപ്പോൾ ഷർട്ട് നോക്കിയപ്പോഴത്തേക്ക് പെണ്ണുങ്ങളെ ഷർട്ടൊന്നും എനിക്ക് അങ്ങോട്ട് ബോധിച്ചില്ല ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞാൻ നേരെ ആണുങ്ങളെ സെക്ഷനിലോട്ട് കയറി. അപ്പോൾ മെൻസ് വെയർ നോക്കി. അപ്പോൾ മെൻസ് വെയറിൽ ഒരു ഷർട്ട് അതിൻ്റെ പ്രിൻ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചു. ഈ ഒരു ഷർട്ടാണ്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഷർട്ട് ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നോക്കുകയാണെന്നെങ്കിൽ 520 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഞാൻ എടുത്ത സൈസ്, ഞാൻ ആമ്പിള്ളേരെ ഷർട്ടല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഓഫ് കോഴ്സ് ലൈക്ക് വലുതായിരിക്കും. പക്ഷേ സ്മോൾ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് മറ്റേ കുട്ടി ഉടുപ്പ് കണക്കിരിക്കണം. ശരി കറക്റ്റാണ്, പക്ഷേ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. പക്ഷേ ഷർട്ട് കുറച്ച് ലൂസായിട്ട് നല്ല ഭംഗിയുള്ളൂ. പിന്നെ ഞാൻ ഉദ്ദേശിച്ച മെറ്റീരിയലോ ഒന്നുമല്ല, ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പോളിസ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി പോളിസ്റ്റർ ആണ്, പക്ഷേ ഒരു പടാന്നും പറഞ്ഞിരിക്കുകയാണ്. കോളറൊക്കെ ഇങ്ങനെ ഇരിക്കണം ഗൈസ്, കോളറൊക്കെ ഇങ്ങനെ. അപ്പം അങ്ങനെ ഇരിക്കണോണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇടാൻ കൊള്ളൂല. ഇടാൻ കൊള്ളു അങ്ങനെയല്ല, നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പിന്നെ എനിക്ക് ആണുങ്ങളെ ഷർട്ട് എടുത്ത് എനിക്ക് ഒരു പ്രശ്നമില്ല. എൻ്റെ മൂത്ത മുറപ്പയ്യന് ഇതങ്ങ് കൊടുത്തു. മൂത്ത മുറപ്പയ്യന് പെർഫെക്റ്റ് അങ്ങനത്തെ സംഭവം. അവൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ്. ആൻഡ് ഇത് ഗൈസ്, ഇത് വന്നിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ വാഷാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പോളിസ്റ്റർ ആണ്, റെഗുലർ ഫിറ്റ് ആണ്. ആൻഡ് ഞാൻ സൈസ് മാറിയെടുത്ത്, പക്ഷേ കറക്റ്റ് അവന് പക്ക അവനായിട്ട് വാങ്ങിച്ചു നടക്കണം. അത് അങ്ങനെയാണല്ലോ, ഓരോ നെൽമണിയിലും അത് കഴിക്കേണ്ടവൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. അവൻ്റെ പേരാണ് എഴുതി വെച്ചേക്കുന്നത്. അഭിനവ് പി. മൂത്തവൻ അഭിനവും ഇളയവൻ അഭിദേവ്. ഓക്കെ, അഭിനവ് പി താൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം അതുകൊണ്ട് ഈ ഷർട്ട് നേരെ അവന് ചാമ്പി കൊടുത്ത്, ഇത് അവൻ എടുത്തപ്പോഴത്തേക്ക് അവന് വാങ്ങിച്ചേ. അവൻ്റെ മുഖം ഇങ്ങനെ, എനിക്കൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അവനിപ്പോൾ ഒരെണ്ണം ഓർഡർ ചെയ്തു. ഇതിൻ്റെ വേറൊരു ഒരു ഫ്ലോറൽ പ്രിൻ്റ് വരണം എന്നെ ഓർഡർ ചെയ്ത്. കൊച്ചു പിള്ളേർ എന്തെങ്കിലും ആഗ്രഹിച്ച് നമ്മൾ സഹായിച്ചു കൊടുക്കണമെന്നാണ്. മുതുക്കാൻ കാലത്ത് അവരുടെ ആഗ്രഹങ്ങൾ ഭയങ്കരതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ സമയത്ത് പറ്റൂല. ഓക്കെ, അപ്പോൾ ഇതാണ് കോളർ മുതുക്ക് കോളർ കണ്ട കടോൽ ഖജന കണക്ക് അങ്ങോട്ട് പോകാനൊക്കെ എത്തി പാടുള്ള കോളറാണ്. അതർവൈസ് ഈ സാധനം കൊള്ളാം. ഓക്കെ, ഈ ഷർട്ട് വിയർപ്പ് നിറയിട്ട് വയ്യ. ഓക്കെ, അപ്പോൾ ഞാൻ അങ്ങോട്ട് കളയട്ടെ. കാരണം ഒരു ദിവസം ഇട്ട് പൊളന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മക്കളെ ചേച്ചി വീഡിയോ എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നാളെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്കിത് ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു ക്രോപ്പ് ടോപ്പ് വേണമെന്ന് ഒരാഗ്രഹം, ചെറിയൊരാഗ്രഹം, ഒരാഗ്രഹം. ആൻഡ് റേറ്റ് വന്നിട്ട് 325 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ച ഒരു ഫ്ലോറൽ പ്രിൻറ്റ് സ്ക്വയർ നെക്ക് ടോപ്പാണ്. ആൻഡ് എനിക്കിതിൽ ഒരു കണ്ട അയ്യോ കൊള്ളാം, കണ്ട ഇങ്ങനെ വയ്ക്കും വരും പറ്റും. ഓക്കെ, സോ ഇതാണ് ഒരു ശംഖ് പുഷ്പത്തിൻ്റെ ഒരു കളർ വരുന്ന ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന കുറച്ച് ബെൽ ലൈക്ക് ടൈപ്പ് ഓഫ് സ്ലീവ്സ് വരുന്ന ഒരു സ്ക്വയർ നെക്ക് വരുന്ന ഒരു ക്രോപ്പ് ടോപ്പ്. ഫ്രണ്ട് ഇലാസ്റ്റിക്, ബാക്ക് ഇലാസ്റ്റിക്കാണ്. ഞാൻ മുമ്പ് ലൈക്ക് എനിക്കൊരു 58-56 വെയിറ്റ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്കിത് കണക്കത്തെ ക്രോപ്പ് ടോപ്പ് ഇടുന്നത് ഇഷ്ടമല്ല. കാരണം എൻ്റെ വയറ് മറ്റേ ഒരു നമ്മളെ കൊച്ചു ടി വിയിൽ ഒരു കാർട്ടൂൺ ഉണ്ട്, ആ കാർട്ടൂണിൽ ആളെപ്പോലെ എൻ്റെ വയറിരിക്കും. അതായത് എൻ്റെ വയറ് ഇങ്ങനെ പുറത്തൂടെ ചാടിയിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. പക്ഷേ ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഗൈസ്. കാരണം ഇതെനിക്കിടാൻ വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വിടാം. പക്ഷേ വണ്ണം വയ്ക്കുന്ന മോശം കാര്യം അങ്ങനെ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ചില ഡ്രസ്സുകൾ എനിക്ക് കണ്ണാടി നോക്കുമ്പോൾ ഓക്കെ, അങ്ങനെ ഭയങ്കര സ്റ്റിച്ചിങ് പെർഫെക്റ്റ് അങ്ങനെയല്ല, കണ്ണാടി നോക്കുമ്പോഴത്തേ ഓക്കെ അങ്ങനെ ആ ഒരു ഇതാണ്. പക്ഷേ ഇത് എനിക്ക് മുമ്പായിരുന്നെങ്കിൽ എനിക്കിത് അങ്ങനെ ഒരു ഓക്കെ ഫീൽ വരുന്നു. പക്ഷേ ഇതിപ്പോൾ എനിക്ക് ഓക്കെ. സോ ഗൈസ്, ഇത് മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങിച്ചു. 325 രൂപയ്ക്ക് വർത്താണ് വെച്ചാൽ ഓഫ് കോഴ്സ് വർത്താണ്. പിന്നെ ഇത് മീഷോയിൽ 10-250 രൂപ കിട്ടുമെന്ന് എനിക്കുള്ള ഉറപ്പുണ്ട്. പക്ഷേ എനിക്ക് മെറ്റീരിയൽ ക്വാളിറ്റി അറിഞ്ഞൂടാ. കാരണം ഇപ്പോൾ പലരും ലൈക്ക് സെയിം സാധനം ഇറക്കണുണ്ട്, പക്ഷേ മെറ്റീരിയൽ ഭയങ്കര ഡിഫറൻസ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ മീഷോയിൽ നിന്ന് മിന്ത്രയിൽ നിന്ന് കൂടെ ഒരു പ്രോഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് വരും. സോ അപ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് മീഡിയമാണ്. സോ ഇതാണ് ഡ്രസ്സ്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു കട്ട നയൻതാര ഫാനാണ്. അത് എനിക്കിനി പറയുന്നുണ്ട്, ഞാൻ എന്നെ കുത്തി തന്നെ നയൻതാര ഫാനാണ്. എനിക്ക് അറിഞ്ഞൂടാ, ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. സിനിമ ഇൻ കേസ് ആ സിനിമ കൊള്ളൂലെങ്കിൽ പോലും നയൻതാരയെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ആ നയൻതാര ഫാൻ ആയതുകൊണ്ട് തന്നെ നയൻതാര മറ്റേ ഫുഡ് വെയേഴ്സൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ ഈ ഫുഡ് വെയേഴ്സിൽ പണ്ട് തൂക്കം കണ്ണിൽ വരവില്ലേ സ്വപ്നം കാണവഴിയില്ലേ എന്നൊരു പാട്ടുണ്ട് ഗൈസ്. പക്ഷേ ഇതിൻ്റെ തുടക്കം ഇതല്ല, അങ്ങനെ എന്തൊരു പാട്ടാണ്. ആ പാട്ടിൽ നയൻതാര ചുരിദാർ ഇട്ടിട്ട് ഈ ഒരു മൊണാൾട്ട് സാധനം ഇട്ടിട്ടുണ്ട്, ഇതേ ടൈപ്പ് ഒരു ഹീൽസ്. അന്ന് അതായത് ഞാൻ ആ സിനിമ ഇറങ്ങിയ പാട്ട് സമയത്ത് ഞാനിങ്ങനെ ഉള്ളത്തൊക്കെ ഇങ്ങനെ ബസ് ഇരുന്ന് ആലോചിച്ച് ഞാൻ അയവറൊക്കെ വരുന്ന ആ സമയത്ത് ഈ ഹീല് ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് ഹീലെന്നൊക്കെ പറഞ്ഞ ഒരു കറച്ചട്ടിക്ക് മാറി തലയടിച്ച് തലയിൽ ഇവിടെ കറച്ചട്ടിയുടെ റൗണ്ട് ഇട്ട് നടക്കേണ്ടി വരും ഞാൻ. അപ്പം അതുകൊണ്ട് നിവർത്തിയില്ല. അങ്ങനെ ഞാൻ ഇങ്ങനെ അജിയെ നോക്കി പോയപ്പോഴാണ് ഗൈസ് ഈ സാധനം കണ്ടത്. പക്ഷേ
സെയിം ആ സാധനം ഞാൻ പറയില്ല, നയൻതാരമായിട്ട് 10,000-7,000 രൂപയുടെ സാധനമാണെങ്കിൽ ഇത് 700 രൂപയുടെ സാധനമാണ് ഗൈസ്. ഇത് ബാക്കിൽ ഗ്രിപ്പ് വരണുണ്ട്, അതാണ് ഏറ്റവും വലിയ സാധനം. ഞാൻ ഹീലിട്ടുകൊണ്ട് പോയിട്ട് ലുലു മോളിലൊക്കെ കണ്ട ഗിഷ് ഒരു ചർക്കി പോകാറുണ്ട്, ഒരിക്കൽ പോത്തിസി ഇഷ് എന്നും പറഞ്ഞ് പോയായിരുന്നു. കാരണം ഞാൻ വീഴാറുണ്ട്, ചർക്കി അടിച്ച് വീഴാറുണ്ട്. പിന്നെ പല്ല് ടൈറ്റ് ചെയ്തിട്ട് ഇറങ്ങിയപ്പോഴത്തെ തള്ളി പോളം നടിച്ച് ചന്തിയും പോയി, കയ്യിൻ്റെ മുട്ടും പോയി, ഒരു വീഴ്ച. പിന്നെ ഭാഗ്യത്തിന് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു കയ്യിൽ, അത് ഇങ്ങനെ പിടിച്ചിരുന്നു, മറ്റേ ശിവകാമിയെ പോലെ കൊച്ചിനിങ്ങനെ താങ്ങൂല, അതെനിക്ക് ഞാൻ ക്യാമറയെ പിടിച്ച് വെച്ചോണ്ടിരുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതാണ്. ആൻഡ് ഇത് ഞാൻ ഇതുവരെ ഇട്ടില്ല, കണ്ടത് കാണാൻ പറയും, ഞാൻ ഇതുവരെ ഇട്ടില്ല. അപ്പം ഇതിൻ്റെ ക്വാളിറ്റി വൈസ് എനിക്ക് പൊടി എനിക്ക് പറയാൻ അറിഞ്ഞൂടാ ഗൈസ്, പക്ഷേ പൊടി. അപ്പം ക്വാളിറ്റിയുടെ കാര്യം എനിക്ക് വലിയ പിടുത്തമല്ല, പക്ഷേ ഇതിൻ്റെ ബേസും ഒക്കെ നോക്കുകയാണെങ്കിൽ സെറ്റാണ്. പിന്നെ ഇവിടെ നിന്നൊക്കെ വിട്ടു വരും എന്നുള്ള കാര്യമാണ്. അപ്പം ഞാനിത് പ്രത്യേകിച്ച് ഒരു വീഡിയോയിൽ കുറച്ച് നാൾ ഇട്ടതിന് ശേഷം പറഞ്ഞല്ലോ, ഷോർട്സിലല്ലോ, ഇത് 700 സംതിങ് ഭയങ്കര ഇഷ്ടം. പക്ഷേ നല്ല റിവ്യൂ കിടക്കണുണ്ട്. ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് 38 നല്ല റിവ്യൂ കിടക്കണുണ്ട്. ഇത് പൊളിയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ്. 38 എന്ന് പറയുമ്പോഴത്തേക്ക് ഗായ്സ് ഇത് 38 എനിക്ക് വന്നത്. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത സൈസ് 39 ഞാൻ ഓർഡർ ചെയ്തത്, പക്ഷേ എനിക്ക് 38 വന്നത്. ഓക്കെ, മൊണാൾട്ട്, പക്ഷേ എനിക്കിത് കറക്റ്റാണ്. ആൻഡ് ഈ ഒരു ഹീൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ ടോയ് വരുന്ന ബ്ലാക്ക് ഹീൽ സാൻഡൽസ് ആണ്. ആൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ എന്തെങ്കിലും തുണിയെ കൊണ്ട് തുടച്ചെടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. സിന്തറ്റിക് എപ്പറാണ്, റെസിൻ സോളാണ്, റെഗുലർ ആയിട്ടുള്ള ഒന്നാണ്. പക്ഷേ ഇത് നല്ല റിവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൊള്ളാൻ നോക്കാം. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ നെക്സ്റ്റ് വാങ്ങണ്ടായിരുന്നു എന്ന് എനിക്കിപ്പം തോന്നുന്നു ഗൈസ്, കാരണം ഇത് വേർത്തല്ല കണ്ടപ്പോഴത്തേക്കും. ഈ ഒരു ഇയറിങ്സ് ആണ്. ആൻഡ് ഇത് വന്നിട്ട് നോക്കണേ ഗോൾഡ് ടോണിന് വരുന്ന ഫെദേഴ്സ് ലോങ് ടാസൽ ഡാംഗ്ലർ ഇയറിങ്സ് ആണ്. ആൻഡ് റേറ്റ് വന്നിട്ട് 350 ആണ്. 350ക്ക് ഇത് വേർത്താണോ എന്ന് ചോദിച്ചാൽ അല്ല ഗൈസ്. കാരണം ഈ സാധനമൊക്കെ നമുക്ക് ഇപ്പോൾ ഡൽഹിയിലോ അവിടെയൊക്കെ പോകണമെങ്കിൽ നമുക്ക് 10-100 രൂപയ്ക്കകത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് 10-300 രൂപയ്ക്ക് വാങ്ങിച്ചതിന് ശേഷമാണ് എനിക്ക് റിഗ്രഷൻ അടിച്ച സത്യം. ഇവിടെ വന്നപ്പോഴത്തേക്ക് പണ്ടാരം വാങ്ങേണ്ടത്, ഞാൻ ഇത് പൊട്ടിച്ച് കൂടൊക്കെ ഇങ്ങനെ പറിച്ച് കളഞ്ഞ്, അപ്പോഴത്തേക്ക് പിന്നെ ഒന്നും ചെയ്യാനും വേണ്ടിയിട്ട് പറ്റൂല. സോ ഇടൂടാന്നല്ല, പക്ഷേ 300 രൂപയ്ക്ക് ഇത് വേർത്തല്ല ഗൈസ്. പിന്നെയാണ് എനിക്ക് എൻ്റെ മൈൻഡ് വന്നത്, നിങ്ങൾ ഇനി ഇയറിങ്സ് ഒക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഒരിക്കലും ഇതുവഴി വാങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട കേട്ടോ. കാരണം നമുക്കൊരു നഷ്ടക്കച്ചവടമാണ് ഈ ഇങ്ങനൊരു സംഭവം വാങ്ങണത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചതാ ഈ ഒരു ഇയറിങ്സ് ആണ്. ഇത് എനിക്ക് റിഗ്രഷൻ അടിച്ചില്ല, കാരണം ഇത് എന്ത് പൊളിയെന്നറിയോ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് പുളി മാത്രമല്ല ഗൈസ്, ഇത് ഇട്ട് കാണാൻ തന്നെ ലുക്കാണ്. ആൻഡ് ഇത് വന്നിട്ട് 250 രൂപയാണ്. മറ്റേനേക്കാളും വില കുറവ്. ഇതാണ് സാധനം. ഒരു സ്റ്റോൺ ഇയറിങ്സ് വന്നിട്ട് അതിൻ്റെ ഇതേപോലെ. ഇത് നമുക്ക് 2 രീതിക്ക് ഇടാം. ഒന്ന് നമുക്ക് ആണിയിലാണ് ഈ തൂക്ക് വരണം, ഇങ്ങനെ ഇടാം, അതായത് അതിൻ്റെ ആണിയിൽ. എന്നിട്ട് ഇങ്ങനെ ഇട്ടാൽ ഇത് ഓക്കെ. ഇതെന്താ നമുക്കൊന്നെങ്കിൽ ഇങ്ങനെ സിംഗിൾ സ്റ്റോൺ ആയിട്ട് ഇങ്ങനെ സ്റ്റഡായിട്ടിടാം. ഇല്ല നമുക്കൊരു ഇറക്കമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം. പൊന്ന് ഗൈസേ, ഇത് പൊളി സാധനം, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ടിട്ട്. സോ ഇത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല, ഞാൻ ഹാപ്പിയാണ് ഈ പ്രോഡക്റ്റിൽ. ഞാൻ വെരി വെരി ഹാപ്പിയാണ്. എന്ത് പറയണമെന്നറിയില്ല, അത്രയ്ക്ക് ഞാൻ ഹാപ്പിയാണ് ഈ സാധനത്തിൽ. എനിക്കിഷ്ടപ്പെട്ടു. ഇപ്പോൾ ഇതിൻ്റെ കൂടെ ആയാലും ഒരു ചേർച്ചയൊക്കെ ഉണ്ട്. അണ്ണുണ്ടാവും ഇല്ലുണ്ടാവും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തലയാട്ടുമ്പോൾ ഈ സാധനങ്ങളുടെ നാടും അതൊക്കെ ഒരു ഭംഗിയില്ലേ. എനിക്കിങ്ങനെ ആടുന്നതൊക്കെ ഒരു നല്ല ചന്തരാണ്. ഇത് പണ്ട് നമ്മൾ ഈ ലൈക്ക് ടീനേജ് പരുവത്തിൽ നമ്മൾ ഈ നടിമാരൊക്കെ ഒരുങ്ങനെയൊക്കെ നോക്കില്ല, അതിൽ കാവ്യമാധവൻ ചില സിനിമയിൽ ഇങ്ങനെ ആടുന്ന കമലകൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഞാനും കൊണ്ടിട്ട് ആട്ടണം, കാവ്യമാധവൻ അല്ലെങ്കിലും ഇങ്ങോട്ട് കൊണ്ടിട്ട് 2 ആട്ടണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ സാധനം. സോ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. ഇഷ്ടമായി വിചാരിക്കുന്നു. ലിങ്ക് എല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നിട്ട്